എല്ലാവർക്കും നമസ്കാരം. അഷ്ടപതി ചാനലിൻ്റെ 38ാമത്തെ എപ്പിസോഡാണ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചത് 11ാമത്തെ അഷ്ടപതി, രാഗമാലിക വേണ്ടാന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ 3, 4, 5 ചരണങ്ങൾ ഈ എപ്പിസോഡിൽ നമുക്ക് നോക്കാം. ഒരേ ട്യൂൺ ആയതുകൊണ്ട് അധികം റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഈ അഷ്ടപതിയുടെ തുടക്കത്തിലുള്ള ശ്ലോകം നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ സാഹിത്യം ഒന്ന് പറയാം, വേണ്ടവർക്കൊന്ന് എഴുതിയെടുക്കാവുന്നതാണ്. പൂർവം യത്ര സമം ത്വയാ രതിപതേ ആസാദിതാഃ സിദ്ധയ തസ്മിൻ അസ്മിൻ ഏവ നികുഞ്ച മന്മഥ മഹാതീർത്ഥേ പുനഃ മാധവ ധ്യായൻ ത്വാം അനിശം ജപൻ അപി തവ ഏവ ആലാപമന്ത്രാവലിം ഭൂയ ത്വത് കുചകുംഭനിർഭരപരീരംഭാമൃതം വാഞ്ചസി. അത് പദച്ഛേദം ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് പാടുമ്പോൾ ഒന്നിച്ച് പാടാം. ഇപ്പോൾ ശ്ലോകം ഞാൻ ഒറ്റയടിക്കങ്ങ് പാടിയാൽ പറയാം. പൂർവം യത്ര സമം ത്വയാ രതിപതേരാസാദിതാ സിദ്ധയ തസ്മിന്നേവ മന്മഥ മഹാതീർത്ഥേ പുനർമാധവ ധ്യായസ്ത്വാമനിശം ജഗന്നപിതവൈവാലാപമന്ത്രാവലിം ഭൂയസ്ത്വത്കുചകുംഭനിർഭര പരീരംഭാമൃതം വാഞ്ചസി. അപ്പം ഇനി നമ്മുടെ 3ാമത്തെ പദമാണ്. ഏതാണ് 3ാമത്തെ പദം? സതതി പതത്രേ വിലചതി പത്രേ ശങ്കിത ഭവദുപയാനം രചയതി ശയനം സചകിത നയനം പശ്യതി തവ പന്ഥാനം. അതാണ് 3ാമത്തെ ഭാഗം. ഇനി 4ാമത്തെ ചരണം. മുഖരമധീരം ത്രിജ മഞ്ജീരം രിപുമിവ കേളിഷു ലോലം ചലസഖികുഞ്ചം സതിമിരപുഞ്ചം ശീലയ നീല നിചോളം. ഇനി 4ാമത്തെ ഇത് കഴിഞ്ഞു. 5ാമത്തേത് ഉരസി മുരാരേ ഉപഹിതഹാരേ ഘന ഇവ തരള വലാകേ തടിദിവ പീതേ രതി വിപരീതേ രാജസി സുഹൃത വിഭാഗേ. അത് കഴിഞ്ഞ് വീണ്ടും ധീരസമീര എന്നുള്ള പല്ലവി എടുത്ത് പാടും. അപ്പം 3ാമത്തെ ഒരെണ്ണം നോക്കാം. സതതി പതത്രേ സദതി പതത്രേ വിചലതി പത്രേ വിചലതി പത്രേ ശങ്കിത ഭവദുപയാനം ശങ്കിത ഭവദുപയാനം. ഒന്നിച്ച് പറഞ്ഞേ. സതതി പതത്രേ വിചലതി പത്രേ ശങ്കിത ഭവദുപയാനം സദതി പതത്രേ വിചലതി പത്രേ ശങ്കിത ഭവദുപയാനം രചയതി ശയനം രചയതി ശയനം സചകിത നയനം സചകിത നയനം പശ്യതി മിവ പന്ഥാനം രാധേ പശ്യതി തവ പന്ഥാനം രാധേ. പന്ഥാനം തന്നെ കേൾക്കണേ. പശ്യതി തവ പന്ഥാനം രാധേ പശ്യതി തവ പന്ഥാനം രാധേ പശ്യതി തവ പന്ഥാനം
സമീരെ യമുനാ തീരെ വസതി വനേ വനമാലി രാധേ വസതി വനേ വനമാലി മുഖരമധീരം മുഖരമധീരം ത്യജമഞ്ജീരം ത്യജമഞ്ജീരം രിപുമിവ കേളിഷുലോലം ദ്രിഭൂമിവ കേളിഷുലോലം ചലസഖി കുഞ്ചം ജലസഖി കുഞ്ചം സതിമിര പുഞ്ചം സന്ധിമിര പുഞ്ചം ശീലയ നീല നിച്ചോളം രാധേ ശീലയ നീല നിച്ചോളം രാധേ ശീലയ നീല നിച്ചോളം ശീലയ നീല നിച്ചോളം ധീരസമീരെ യമുനാ തീരെ വസതി വനേ വനമാലി രാധേ വസതി വനേ വനമാലി. അടുത്തത് അഞ്ചാമത്തെ ചരണമാണ്. ഉരസി മുരാരേ ഉരസി മുരാരേ ഉപഹിതഹാരേ ഉപഹിതഹാരേ ഘനയിവ തരളവിലാകേ ഘനയിവ തരളവലാകേ ഉരസി മുരാരേ ഉരസി മുരാരേ ഉപഹിതഹാരേ ഉപഹിതഹാരേ ഘനയിവ തരളവലാകേ ഘനയിവ തരളവലാകേ തടിദിവ പീതേ തടിദിവ പീതേ രതി വിപരീതേ രതി വിപരീതേ തടിദിവ പീതേ തടിദിവ പീതേ രതി വിപരീതേ രതി വിപരീതേ രാജസി സുകൃത വിപാകേ രാജസി സുകൃത വിപാകേ രാജസി സുകൃത വിപാകേ ധീരസമീരെ യമുനാ തീരെ വസതി വനേ വനമാലി രാധേ വസതി വനേ വനമാലി. അപ്പം 3, 4, 5 ചരണങ്ങൾ നമ്മളിന്ന് എടുത്തു. ഇനി അടുത്ത പ്രാവശ്യം 6, 7, 8 ചരണം. അപ്പോൾ അതോടുകൂടി 11ാമത്തെ അഷ്ടപതി തീരുകയാണ്. അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ എല്ലാവർക്കും പഠിക്കാൻ എളുപ്പമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത എപ്പിസോഡിലേക്ക് നമുക്ക് 6, 7, 8 ചരണങ്ങൾ പഠിക്കാം. അതുവരെ എല്ലാവർക്കും ശുഭ മംഗളങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം.